ലിഥിയം ബാറ്ററി നമ്മൾ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഇവനെ പോലെ ഇരിക്കും. ബാറ്ററി ഒരുപാട് വർഷമായിട്ട് നമുക്ക് സർവീസിന് വന്നാണ്, അതിനോടൊപ്പം പറയാം. ഓക്കെ, അതിപ്പോൾ ക്ലിയർ ആയി, അതിൻ്റെ ആ ബാറ്ററി ഒഴിവാക്കിയതോടെ ക്ലിയർ ആയി. ഇതിപ്പോൾ നമുക്ക് 3000 മോഡലും അതുപോലെ 24 നമ്മുടെ 150H രണ്ട് ബാറ്ററി, ഇതുപോലത്തെ രണ്ട് ബാറ്ററിക്ക് തുല്യം കേട്ടോ ഇവന്. ഓക്കെ, 2500 വാട്ട് പക്ക നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ സെറ്റപ്പ് ചെയ്യേണ്ട ചെറിയൊരു കാര്യങ്ങൾ. ഓക്കെ, സെറ്റിങ്സിലേക്ക് നമ്മൾ പോകുന്നു. ഇതിൻ്റെ വോൾട്ടും രണ്ടും സെയിം ആയിരിക്കും കേട്ടോ. നമ്മൾ ഇൻവെർട്ടറിൽ കാണിക്കുന്ന ലിഥിയം ബാറ്ററിയിൽ കാണിക്കുന്ന ഇൻവെർട്ടറിലും കറക്റ്റ് ആയിരിക്കണേ, അത് ഡിഫറൻറ്റ് വരാൻ പാടില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് സെറ്റപ്പ് മീറ്ററിൽ നമുക്ക് ബാറ്ററി ഫുള്ള് 29.1 വരും. അത് ഇതിൽ നമുക്ക് അത്ര വോൾട്ട് വരില്ല, അത് കുറക്കണം. കുറച്ചിട്ട് എന്ത് ചോദിച്ചാൽ ഇവനെ പോലെ നമ്മളെ വയറ് കൂടിയ പോലെ ഇതുപോലെ ആവും ബാറ്ററി ലൈഫ്. ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. ഞാൻ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഇൻവെർട്ടറിലും കൊണ്ട് ചേർത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ബാറ്ററി ഇല്ലോ ഓക്കെ 20.1 വോൾട്ട്, അത്ര വോൾട്ടിലേക്കൊന്നും ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല ലിഥിയം ബാറ്ററി. അത് വെച്ചാൽ വേറൊരു പ്രശ്നം പറഞ്ഞുതരാം. നമ്മളെ ഈ ലിഥിയം ബാറ്ററി എന്ത് ചെയ്യും, അതിൻ്റെ വോൾട്ട് അതിലേറെ കൂടുതലാണ്. അത് അവന് പ്രൊട്ടക്ട് ചെയ്യും. BMS പ്രൊട്ടക്ട് ചെയ്ത് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് പോലെ ഇരിക്കും. ഇവന് ഇവിടെ കറണ്ട് അവിടെ ഉണ്ടാകുമ്പോൾ ഇൻവെർട്ടറും പോകുകയും മോസ്ഫെറ്റൊക്കെ പോകുകയും ഭാവിയിൽ ലിഥിയം ബാറ്ററിയും കംപ്ലൈൻ്റ് ആകും. എല്ലാ ഇൻവെർട്ടറും DSP ടെക്നോളജിയിൽ ഒരു 40% ഇൻവെർട്ടറിൽ കഴിയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു 15 വർഷത്തിന് മുകളിലൊക്കെ ലൈഫാണ്. ഓക്കെ, എന്തായാലും 5 വർഷം ഓൺ സൈറ്റ് വാറണ്ടിയാണ്.